ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. ഇതിനൊക്കെ എല്ലാവരും എങ്ങോട്ടേക്ക് പോയി, എല്ലാവരും അടിച്ച് പൊളിച്ചോ? അതാ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈദ് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതാ ഈദാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതാ പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ബറിൻ്റെ വീട്ടിൽ, അപ്പോൾ അവിടെ ആയിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഈ പടക്കം എന്ന് പറയുന്ന സാധനം തീരെ പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗത്തേക്കേ പോയിട്ടില്ല. ഞാൻ വിട്ട് നിന്നിട്ടാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കുട്ടികളൊക്കെ എന്നിട്ട് എന്നെ കളിയാക്കിയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇതിലേറെ ധൈര്യമുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ പേടിച്ചിരിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കിയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാനാകെ ഈ ഒരു സാധനം മാത്രമേ കൈകൊണ്ട് തൊട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ബാക്കിയൊക്കെ എനിക്ക് എന്തോ ഒരു പേടി. പിന്നെ ഇതെല്ലാവരും നിർബന്ധിച്ചപ്പോൾ പിന്നെ ഞാൻ ഇതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. അത് പിന്നെ വലിയ സീനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ധൈര്യമായി. എന്നാലും പേടിയാണ്. പടക്കൊക്കെ പൊട്ടിക്കുമ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലാട്ടോ പോയി നിൽക്കണത്. ഇതിപ്പോൾ നെയ്ബറിൻ്റെ വീട്ടിലാണ് കേട്ടോ പടക്കൊക്കെ പൊട്ടിക്കണത്. ഞങ്ങൾ പടക്കമൊന്നും വാങ്ങാറില്ല. അപ്പോൾ അങ്ങോട്ട് വിളിച്ചതായിരുന്നു കേട്ടോ അവരെല്ലാവരും. അപ്പോൾ കുറച്ചേ നിർത്തിയിട്ടുള്ളായിരുന്നു കേട്ടോ. ബാക്കി ഇതിന് വേണ്ടിയിട്ട് അന്ന് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതായിരുന്നു. എന്താണ് പ്രശ്നം? വേണ്ട നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ പടക്കവും പൂത്തിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് രാത്രി നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ പടക്കമൊന്നും വാങ്ങാറൊന്നുമില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ പണ്ടെന്നോ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങളിങ്ങനെ പടക്കവും പൂത്തിരി അങ്ങനെയൊന്നും വാങ്ങലില്ല. അപ്പോൾ ഇത് വേറെ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ. ഒരു വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഒക്കെ. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ മൈലാഞ്ചി ഇടാൻ പോകാൻ വേണ്ടിയിട്ട്. എന്താ പടക്കം പൊട്ടിക്കുന്നതിനൊക്കെ മുന്നേ, ഇതിന് മുന്നായിട്ട് കുറച്ച് മുന്നേ നെയ്ബേഴ്സൊക്കെ മൈലാഞ്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന്. പിന്നെ ഞങ്ങൾ പോയി വന്നപ്പോഴേക്കും അമ്മച്ചിൻ്റെ കൈ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം എന്താ സിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനല്ല കേട്ടോ, ചിഹ്നം ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 12:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഇടായിരുന്നു. ഞാൻ പിന്നെ ബാക്കിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കൈ ഫുള്ളായിട്ടൊന്നും ഇടുന്നില്ലായിരുന്നു. പിന്നത് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 12:45 ആയപ്പോൾ കഴിഞ്ഞു. അങ്ങനെ എന്താ രാവിലെ തന്നെ ഞങ്ങൾ ഈദ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മാൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ഞങ്ങളെല്ലാ ഈദിനും ഇതുപോലെ തന്നെ രാവിലെ തന്നെ കേട്ടോ പോവാൻ. നിസ്കാരം കഴിഞ്ഞ ഉടനെ പോകും. അപ്പോൾ അതാ പോണ വഴിക്ക് ആൻറ്റിയുടെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റി എന്ന് പറയുന്നത് അമ്മായിനെയാണ് കേട്ടോ. ഞങ്ങൾ അമ്മായി, കുഞ്ഞാമ്മ എല്ലാവരും ആൻറ്റിമാരാട്ടോ. ഞങ്ങളെല്ലാവരും ആൻറ്റി എന്നാണ് വിളിക്കൽ. അങ്ങനെ ഇതാ അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ അപ്പം ബാവ തായരി തന്നെ ഇരിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാ കയറിയ ഉടനെ അതാ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. എനിക്ക് പിന്നെ പായസത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ഐ മീൻ മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ഉണ്ണിയപ്പം വെച്ച് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. പിന്നെ ഇത് അമ്മച്ചിൻ്റെ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മായിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട്സുമാണ് കേട്ടോ. അങ്ങനെ ബാവ കുട്ടൻ ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി വീട്ടിൽ ഉമ്മമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടൻ ബിരിയാണി ഇപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മമ്മ ചിക്കൻ കൂട്ടൂല കേട്ടോ. അപ്പം ഉമ്മമ്മ വെജ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത വീട്ടുകാർക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൻറ്റി. ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഇങ്ങനെ വേറെ വേറെ പാത്രത്തിലാക്കിയിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഉമ്മമ്മയും ബാവയും പിന്നെ അമ്മായിയും മക്കളാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞാമാരൊക്കെ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വരിക. എനിക്ക് അമ്മായി കുഞ്ഞാമ്മ എന്നൊക്കെ പറയുമ്പോൾ എന്തോ പോലെ. ഞാൻ ഉമ്മച്ചിയോട് ഇങ്ങനെ പോയി ചോദിക്കായിരുന്നു, ഇങ്ങനെ അമ്മോൻ്റെ വൈഫിനെ അപ്പോൾ എന്താ കുഞ്ഞാമ്മ എന്നാണോ അമ്മായി എന്നാണോ പറയുക അങ്ങനെയൊക്കെ. കാരണം ചെറുപ്പം മുതലേ എല്ലാവരും ആൻറ്റി എന്ന് വിളിച്ച് ശീലമായതുകൊണ്ട് അതിപ്പോഴും എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല അത്. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ മാങ്ങ ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കസിനാണ് കേട്ടോ. ഇത് അമ്മായിൻ്റെ മോനാണ്. മോനെ ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷമാട്ടോ കാണുന്നത്. എപ്പോഴൊന്നും കാണില്ല. അവൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഒരു റൈഡിന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സ്ഥലം സെറ്റായതിപ്പോൾ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ
അവിടെ വരെ ഓനാക്കി തന്നതായിരുന്നു. ഞാനും സിയും ബൈക്കിലും പോകുന്നത്, ചിന്നും പിന്നെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞത്. കാരണം ഓൻ വയനാട് പോവാണ്, അപ്പോൾ അതിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓന് പോയിട്ടോ, പിന്നെ ഓര് നടന്നിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ തന്നെ. വന്നപ്പോ ബൈക്കിലാ വന്നേ, തിരിച്ചങ്ങ് നടന്നു വേർത്തൊരു വിധായി. ഞങ്ങള് വീട്ടിലെത്തിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത ഫോട്ടോഷൂട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കുഞ്ഞമ്മ കേട്ടോ, ഒരു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടുത്ത കുഞ്ഞമ്മ ഇതാ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു എത്തണുള്ളായിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് ഒരു എത്തിയത്, 4:30 4:45 അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ മാങ്ങ അറുക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മായിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ പറയാൻ വിട്ടതായിരുന്നു. പിന്നെ ഇതാ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇതാ ഒന്നുകൂടെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ എന്തൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മേലെ പോയി നോക്കിയപ്പോൾ ഇതാ അവിടെ രണ്ടാൾ ഭയങ്കര കളിയിലാണ് കേട്ടോ ഫോണിൽ. ഒരു പിന്നെ മേലിനാണ്ട് താഴത്തേക്ക് ഇറങ്ങലില്ല കേട്ടോ. ഒരു ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാവും ഉണ്ടാവല്. പിന്നെ ഇതാ വൈകുന്നേരം കുട്ടികൾ പോയിട്ട് ഐസും ടിലോയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പോകാൻ വേണ്ടി. ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ആൻറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മറ്റേ ആൻറ്റി പിന്നെ 2-3 ദിവസം നിന്നിട്ടൊക്കെ പോകുള്ളൂ കേട്ടോ. കാരണം ആൻറ്റീൻ്റെ വീട് കുറച്ച് ദൂരമുണ്ട്, തൃശ്ശൂർ ആ ഭാഗത്താണ്. അപ്പോൾ പിന്നെ എപ്പോഴേലൊക്കെ വരലുള്ളൂ കേട്ടോ. നിൽക്കാൻ നല്ല പൂതിയുണ്ടായിരുന്നു, പക്ഷെ നിൽക്കാൻ പറ്റിയില്ല. കാരണം ചിന്നുവിന് എക്സാം ഉണ്ട് കോളേജിൽ. പിന്നെ പിറ്റേ ദിവസം ചിഞ്ചും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ മെയിൽ ആൻറ്റി ഒന്നുകൂടെ നിൽക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വെക്കേഷൻ കഴിഞ്ഞ മുന്നേ. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് പിക്കൊക്കെ ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഈദ് മുബാറക്. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.